Hey guys, welcome back to the 10th episode of our WhatsApp marketing series. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്താണ് അപ്സെൽ ആൻഡ് ക്രോസ്-സെൽ സംസാരിച്ചു, ലൈക്ക് എന്തെല്ലാം രീതിയിൽ നമുക്ക് അവർക്ക് മെസ്സേജ് അയക്കുക എന്നുള്ളത്. സോ ഇൻ ദിസ് എപ്പിസോഡ് വിൽ ബി ടോക്കിംഗ് അബൌട്ട് അപ്സെല്ലിങ്ങിൽ എങ്ങനെ നമുക്ക് കോപ്പി റൈറ്റിങ്ങിലൂടെ അവരെ നമുക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, ഐ വിൽ ജസ്റ്റ് ഷോ യു ആൻ എക്സാമ്പിൾ ഓഫ് ദ കോപ്പി റൈറ്റിംഗ് ടെംപ്ലേറ്റ് ദാറ്റ് ഐ ഹാവ് ക്രിയേറ്റഡ്, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഓക്കെ യെസ്, അപ്പോൾ ഞാൻ എങ്ങനെയാണ് അപ്സെല്ലിങ്ങിൻ്റെ മെസ്സേജ് അല്ലെങ്കിൽ അപ്സെല്ലിങ്ങിൻ്റെ കോപ്പി എഴുതുക എന്നുള്ളത് ഒന്ന് ഗോ ത്രൂ ചെയ്ത് കാണിച്ചു തരാം. ഐ വിൽ ജസ്റ്റ് ഷോ യു ആൻ എക്സാമ്പിൾ ദാറ്റ് ഐ ഹാവ് ക്രിയേറ്റഡ്. So this will be how a template received to a customer from your brand's side. നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എപ്പോഴും ഒരു ഗ്രീറ്റിംഗ്സ് ആയിട്ടാണ്. ഓക്കെ, സപ്പോസ് നമ്മൾ ഇങ്ങനെയാണ് റീച്ച് ഔട്ട് ചെയ്യുന്നത്. ഹായ് എന്ന് പറഞ്ഞിട്ട് അവരുടെ നെയിം നമ്മളൊന്ന് കൊടുക്കുക. നെയിം കൊടുത്തിട്ട് അതിനുശേഷം ഗ്രീറ്റിംഗ്സ് ഫ്രം എൻ്റെ ബ്രാൻഡിൻ്റെ പേര് അവിടെ ആഡ് ചെയ്യുക. ലൈക്ക് സപ്പോസ് ഗ്രീറ്റിംഗ്സ് ഫ്രം ബമ്മർ. ഓക്കെ, ബമ്മർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന് എക്സാമ്പിൾ എടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഹായ് മിഗ്ദാദ്, ഗ്രീറ്റിംഗ്സ് ഫ്രം ബമ്മർ, ഹോപ്പ് യു ആർ ഡൂയിങ് ഗ്രേറ്റ്. ഓക്കെ, അവിടെ നമ്മളൊരു ഗ്രീറ്റിംഗ്സ് ആണ് കൊടുക്കുന്നത്. ലൈക്ക് അവർ എങ്ങനെ ആവും ഈ ഒരു മെസ്സേജ് റിസീവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ആ ഒരു ഗ്രീറ്റിംഗ്സ് ആഡ് ചെയ്തിട്ടാണ് ടെംപ്ലേറ്റിൽ കോപ്പി എഴുതേണ്ടത്. എന്നിട്ട് അവിടെ നമ്മൾ റിമൈൻഡ് ചെയ്യാണ്, യു ഓർഡേഡ് അവർ പ്രോഡക്റ്റ് എ വൈൽ അഗോ, വി ഹോപ്പ് യു ആർ ലവിങ് അവർ പ്രോഡക്റ്റ്. സോ അവരുടെ ബ്രാൻഡിൻ്റെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്ത് ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്ത് കൊണ്ടിരിക്കാവുന്നുള്ള ആ ഒരു റിമൈൻഡിങ് നമ്മൾ അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു പ്രോസസ്സിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. സോ നെക്സ്റ്റ് വൺ, സോ ദിസ് ഈസ് എ ഫ്രണ്ട്ലി റിമൈൻഡർ ദാറ്റ് ഇറ്റ്സ് ടൈം ടു റീസ്റ്റോക്ക് ഇൻ കേസ് യുവർ സപ്ലൈസ് ആർ റണ്ണിങ് ലോ. ഓക്കെ, അപ്പോൾ അവരുടെ നമ്മൾ കൊടുത്ത പ്രോഡക്റ്റ് കയ്യാറായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ റിമൈൻഡ് ചെയ്യുകയാണ്. ആ ഒരു കോപ്പിയിലൂടെ നമ്മൾ അവിടെ കൺവേ ചെയ്യാണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ഒരു കോപ്പി റൈറ്റിങ്ങിലൂടെ അവരെ കൺവേർട്ട് ചെയ്യാനുള്ള ആ ഒരു ശ്രമത്തിലാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ആ ഒരു കോപ്പി നമ്മൾ സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ നമ്മളൊരു ബട്ടണും കൂടെ ആഡ് ചെയ്യണം, ലൈക്ക് റീസ്റ്റോക്ക് നൗ. അപ്പോൾ ആ ഒരു ബട്ടൺ കാണുമ്പോൾ അവരെന്താ വിചാരിക്കുക, ലൈക്ക് അതിനെ നമ്മൾ CT എന്ന് പറയും, കോൾ ടു ആക്ഷൻ. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെ അവരെന്ത് ചെയ്യും, നിങ്ങളുടെ ആ ഒരു പ്രൊഡക്റ്റ് പേജിൻ്റെ ചെക്കൗട്ട് പേജിലേക്ക് അവരെ റീഡയറക്റ്റ് ചെയ്യും. സോ ദേ ക്യാൻ ആക്ച്വലി പർച്ചേസ് ദ പ്രോഡക്റ്റ് ഡയറക്ട്ലി ഫ്രം ദ വെബ്സൈറ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് 30 ഡേയ്സിന് ശേഷം നിങ്ങൾ അയക്കുന്ന ആ ഒരു മെസ്സേജ് കോപ്പി റൈറ്റിങ്ങിലൂടെ നിങ്ങൾ അവരെ കൺവേർട്ട് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു കൺവേർഷൻ നടക്കുന്നത് ചെക്കൗട്ട് പേജിൽ നിന്ന് അവർ പേയ്മെന്റ് ചെയ്തതിന് ശേഷമാണ്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ക്യൂറേറ്റ് ചെയ്യുന്ന ആ ഒരു കോപ്പിയുടെ പൊട്ടൻഷ്യലാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് എ ജെൻറിക് മെസ്സേജ്, നിങ്ങൾ ഡയറക്റ്റ് സെയിൽസി ആയിട്ടൊരു മെസ്സേജ് അയക്കുമ്പോൾ ഒബ്വിയസ്ലി അതൊരു അനോയിങ് ആയിട്ടുള്ള മെസ്സേജ് ആയിട്ട് തോന്നും. സോ ഇൻസ്റ്റെഡ് മേക്ക് ഹുക്സ്, നിങ്ങൾ ഹുക്കിൽ കളിക്കുക, കൺസൈസ് ആയിരിക്കുക, ക്രിസ്പ് ആയിട്ടുള്ള കോപ്പി റൈറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു പെർട്ടിക്കുലർ കസ്റ്റമറിനെ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ക്രോസ് സെല്ലിങ്ങിൻ്റെ കോപ്പി റൈറ്റിംഗ് ടെംപ്ലേറ്റ്സ് ആവും നമ്മൾ കുറച്ചും കൂടെ എക്സാമ്പിൾസ് വെച്ചിട്ട് കാണിച്ചു തരാം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്, സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്.